ഞാൻ പുതിയ വേൾഡ് തുടങ്ങുകയാണ്. ആദ്യം മരം മുറിക്കാം. ചെറിയ ലാഗ് അടിക്കുന്നുണ്ട്. മരം എടുക്കാം അടിപൊളിയായിട്ട്. മരം മുറിച്ച് പണി തുടങ്ങാം. അതിനുശേഷം നമുക്കാദ്യം ക്രാഫ്റ്റിംഗ് ടേബിൾ പണിയാം. നമുക്കതിൽ ക്രാഫ്റ്റിംഗ് ടേബിൾ പണിത് വെക്കാം. ക്രാഫ്റ്റിംഗ് ടേബിളിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് ഇതാണോ? നമുക്ക് വെറുതെ കൈ വെച്ചാലും ക്രാഫ്റ്റിംഗ് ടേബിൾ പുറത്തോട്ടൊന്ന് പോകാം. എന്നിട്ട് നമുക്കിടാം. അത് ഇങ്ങനെ നോക്കാം. നമുക്കിത് ഇവിടെ 5 സ്റ്റിക്ക് ഉണ്ടാക്കണം. റെക്കോർഡ് ബട്ടൺ അങ്ങോട്ട് മാറിയിരി. ഓക്കെ, നമുക്ക് കുറച്ച് സ്റ്റിക്ക് ഉണ്ടാക്കാം. സ്റ്റിക്ക് നമുക്ക് ഒരു പിക്കാക്സ് ഉണ്ടാക്കാം. ഒരു പിക്കാക്സിൻ്റെ ആവശ്യം നമുക്ക് മതിപ്പോൾ. മറ്റേത് എടുക്കാം. അല്ല, കുറച്ചും കൂടി എളുപ്പമാക്കാം. നമുക്ക് അടിപൊളിയായിട്ടുള്ള അപ്ഗ്രേഡ് കിട്ടും. അവിടെ ഒരു മൗണ്ടൈൻ കാണാനുണ്ട്. അവിടെ പോയിട്ട് നമുക്ക് ടൂൾസ് സ്റ്റോണേജ് അപ്ഗ്രേഡ് ചെയ്യാം. കുറച്ച് കൊബിസ്റ്റോൺ ചെയ്യാം. അടിപൊളി കൊബിസ്റ്റോൺ നമുക്ക് വെപ്പൺസ് ഉണ്ടാക്കാം. അതാണ് നമ്മുടെ പ്ലാൻ. അവിടെ കുറച്ച് കോള് കാണാനെടുക്കുന്നു. കുറച്ച് കോളുണ്ട്. കോളിനായിട്ടുള്ള ഉപകാരം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ടോർച്ച് ഉണ്ടാക്കട്ടെ. ടോർച്ച് ഉണ്ടാക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് വെളിച്ചം കിട്ടും. അങ്ങനെയാണ് ഉപകാരം. പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല എന്ന് പറയുന്നത് നല്ല ഉപകാരമാണ്. പിന്നെ നമുക്ക് കോളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയത് കോള് അത്യാവശ്യം നല്ലൊരു സംഭവമാണ്. ഈ കോള് കുറച്ച് കോളുണ്ടെങ്കിൽ കളക്ട് ചെയ്യട്ടെ. അതിൻ്റെ ഒപ്പം കിട്ടുന്ന കുറച്ച് സാധനങ്ങളാണ് XP എന്ന് പറയും. XP കുറേ ഉപകാരമുണ്ട്. എൻജോയ് വെപ്പൺസ് പിന്നെ കുറേ കാര്യങ്ങളൊക്കെ. എത്ര ഒന്നിലും നമുക്ക് കുറച്ച് ബെഡ് ഉണ്ടാക്കണം. ബെഡ് ഉണ്ടാക്കണം. ഒരു ബെഡ് സീനാണ്. നമുക്ക് രാത്രി സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. നമുക്കൊന്ന് ഇത് നമ്മുടെ ഫസ്റ്റ് പിക്കാക്സായിട്ട് നമുക്ക് ഇതിനെ ഇവിടെ വെക്കാം. അതാണ് നമ്മുടെ ഫസ്റ്റ് പിക്കാക്സ് എന്ന് പറയുന്നത്. അപ്പം മീൻസ് കൊടുക്കുക. ആ ക്രാഫ്റ്റിംഗ് ടേബിൾ ഒന്ന് പ്ലേസ് ചെയ്യാം. ക്രാഫ്റ്റിംഗ് ടേബിൾ പ്ലീസ് നമുക്കൊരു പിക്കാക്സ് ഉണ്ടാക്കുക. ഒരു ആക്സ് ഉണ്ടാക്കാം. ഒരു ഫോൺ ഉണ്ടാക്കാം. അത്ര മതി. ഇതിനപ്പുറം നമുക്കൊന്നും ആവശ്യമില്ല. ഇത് മതി. നമുക്ക്
വന്നിട്ട് ഒരു എൻ്റെ കേസ് ഞാനൊന്ന് ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം ബെഡൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം കാണിക്കാം. ഞാൻ ഫസ്റ്റ് നൈറ്റ് സ്കിപ്പ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ഡേ കഴിഞ്ഞ് ഞാൻ കുറച്ചൊക്കെ ഇരുന്നിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ട് പിന്നെ എന്താ പറയുക നമ്മളൊരു എന്താ പറയുക ബെഡ് ഉണ്ടാക്കിയാണ്. അപ്പം നമുക്ക് ഇന്ന് ഫസ്റ്റ് ഡേ ആയി. ഫസ്റ്റ് ഡേ നമ്മൾ സർവൈവ് ചെയ്തു, നല്ല ഭംഗിയായി സർവൈവ് ചെയ്തു ഗൈസ്. പിന്നെ നമുക്ക് വലിയ ഒരുപാടൊന്നുമില്ല, നമുക്കിവിടെ റീസ്പോൺമെൻ്റ് ഒരു സെറ്റ് അടിപൊളിയാണ്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് വേഗം ഒരു മിനിറ്റ് ഒരു കേവ് കാണാനുണ്ട് ഗൈസ്. നമുക്ക് ആ കേവിക്കൊന്ന് പോകാൻ പറ്റുമോ നോക്കട്ടോ. കേക്ക് പോകാൻ പറ്റുകയാണെങ്കിൽ അടിപൊളിയായിരുന്നു, പോകണമെന്നുണ്ട്. പിന്നെ നമ്മൾ എന്താ പറയുക കേവിലൊന്ന് പോയി നോക്കട്ടെ, ചിലപ്പോൾ നമുക്കൊന്ന് പോകാം. എന്തായാലും ഒന്ന് പോയേക്കാം. നമുക്ക് അയണിൻ്റെ അത്യാവശ്യമാണ്. എന്തായാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യം നടക്കുള്ളൂ, അതിന് ആണ് അയണിൻ്റെ അത്ര അത്യാവശ്യം. ഞങ്ങൾക്ക് കേവിങ് നടത്താം, പക്ഷേ ഇവിടെ ചെറിയൊരു പേടിയില്ലാതില്ല, കാരണം ഷീൽഡ് ലോഞ്ച് കയ്യിലൊന്നുമില്ല. അങ്ങനെ ഒന്നുമില്ലാതെ നമ്മളൊരു പോണ അത്ര ശരിയൊന്നായിട്ട് തോന്നണില്ല. പേടിയുണ്ട്, എന്നാലും വേറെ വഴിയില്ലല്ലോ. നമുക്ക് ഇനിയും പിന്നെന്താ ടോർച്ച് ഉണ്ടാക്കണം കേട്ടോ, എന്നാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ. ഈ വന്നുഞ്ചലിക്കാരം കുറച്ചും കൂടിയും ഇതുണ്ടാക്കാം. ടോർച്ച് ഉണ്ടാക്കിയിട്ട് നമുക്ക് എന്താ കേവിങ്ങിന് പോവാം. സിമ്പിൾ. അപ്പം നമുക്ക് ഈ ഒരു കേവിലോട്ട് തന്നെ ആദ്യം പോകട്ടോ. നല്ല പേടിയുണ്ട്, പേടിക്കൊരു കുറവില്ല. പേടിക്കൊരു കുറവുമില്ല, പേടിക്കൊരു കുറവുമില്ല. എന്തായാലും ഞാൻ കുറച്ച് അയണ് പൊപ്പിച്ചതിന് ശേഷം നമുക്ക് കാണാം. അപ്പം നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് അയൺ കിട്ടി, നമുക്ക് അതൊന്ന് എടുക്കാം, മൈൻഡ് ചെയ്യാം. എന്തായാലും കുഴപ്പമില്ല, പോകുന്നുണ്ട്. കുറച്ച് ആദ്യമായിട്ട് ഇതിലത്തെ ഫസ്റ്റ് അയണാണ്. നോക്കട്ടെ, ഞാൻ അയണ് ഇതാക്കട്ടെ.